ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നല്ല പഞ്ഞി പോലെയുള്ള വെള്ളപ്പം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെള്ളപ്പം തയ്യാറാക്കാനായിട്ട് നമ്മൾ 250 ml കപ്പിൽ 2 കപ്പ് പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അളവ് കപ്പ് ഇല്ലെങ്കിൽ സാധാരണ നമ്മൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഏത് പാത്രം എടുത്താലും മതി. ഇനി പച്ചരി നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിലേറെ വെള്ളം ഒഴിച്ചിട്ട് 3 മണിക്കൂർ നമ്മൾ കുതിർക്കാൻ വെക്കണം. ഇതാ ഇപ്പോൾ 3 മണിക്കൂറിന് ശേഷം ഈ പച്ചരി നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. കുതിർത്ത പച്ചരി വീണ്ടും കഴുകി നമ്മളൊന്ന് വെള്ളം വാർത്തെടുക്കണം. ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 4 തവി പച്ചരിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 കപ്പ് തേങ്ങയും അതുപോലെ 1 കപ്പ് ചോറും നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് വേറെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ള പച്ചരിയും ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ്. ഈസ്റ്റും ചേർത്ത് ഇനി ഒരു 3/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഈ ഒരു അരി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് നമുക്ക് ഇതൊന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നേരത്തെ ഒഴിച്ച അതേ പാത്രത്തിലേക്ക് തന്നെ ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു പാത്രത്തിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ ഈ ഒരു മിക്സ് നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതൊരു 3-4 മിനിറ്റോ കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളെ വെളിച്ചെണ്ണയും ഈ പഞ്ചസാരയും ഒന്ന് ശരിക്കൊന്ന് ബ്ലെൻഡായി കിട്ടണം. അപ്പോൾ ഇങ്ങനെ ബ്ലെൻഡായി കിട്ടുമ്പോൾ നമുക്കിതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും, ഒരു തിക്കായിട്ട് കിട്ടും. അതുപോലെ തന്നെ പതഞ്ഞിട്ടും ഉണ്ടാവും കേട്ടോ. ഈ ഒരു മിക്സ് നമ്മുടെ മാവിലേക്ക് ചേർത്ത് നമുക്കിതൊരു 5 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഞാൻ ഈ ഒരു മാവ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ ബൗൾ നിറയെ മാവ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ മാറ്റി കൊടുത്തത്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് ഒന്ന് പൊങ്ങാൻ വെക്കണം. ഞാനിത് ഓവർനൈറ്റ് വെക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കൊരു അപ്പച്ചട്ടയിൽ ഇത് ചുട്ടെടുക്കാം. നമ്മൾ അപ്പം ചുട്ടെടുക്കുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലായിരിക്കണം വെക്കേണ്ടത്. അങ്ങനെ നമ്മുടെ വെള്ളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഈ വെള്ളപ്പം വളരെയേറെ സോഫ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ മറക്കാതെ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.